മഹാത്മാഗാന്ധിയുടെ ശ്രീരാമൻ നമ്മളോട് എന്താണ് പറയുന്നത്? മഹാത്മാഗാന്ധിക്ക് രാമരാജ്യം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ രാമരാജ്യം എന്ന സങ്കല്പം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള രാജ്യം എന്ന രീതിയിലാണ്. മഹാത്മാഗാന്ധി രാമൻ എന്ന സിംബലെ യഥാർത്ഥത്തിൽ നമ്മുടെ പൊതു രാഷ്ട്രീയ സാമൂഹിക ധാരയിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ എന്നും ഒരു ലെഫ്റ്റ് വിങ് ഉണ്ട്. നെഹ്റുജിയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ലെഫ്റ്റ് വിങ്, മതേതര പുരോഗമന സെക്കുലർ എന്നൊക്കെ വിളിക്കുന്ന ലെഫ്റ്റ് വിങ്. അതേപോലെ ഇന്ത്യയിൽ വലിയൊരു വിഭാഗം റൈറ്റ് വിങ് ഉണ്ട്. പൊതുവേ ഹിന്ദു സമൂഹത്തിലെ മുന്നോക്ക ജാതികൾ, മുന്നോക്ക സമുദായങ്ങളാണ് ഇന്ത്യയിലെ റൈറ്റ് വിങ്ങിൽ കൂടുതലുള്ളത്. അല്ലെങ്കിൽ പൊതുവേ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, സ്വത്വ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ റൈറ്റ് വിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം. ആ വിഭാഗത്തെയും കൂടി വിശ്വാസത്തിലെടുക്കാനും ഒരു പൊതു നറേറ്റീവ് സൃഷ്ടിക്കാനുമാണ് മഹാത്മാഗാന്ധി രാമരാജ്യം എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നത്. ഗാന്ധിജിയോട് രാമരാജ്യം ചോദിക്കുമ്പോൾ തന്നെ ഇത് യേശുദേവന്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണെന്ന് പറയാറ്. മഹാത്മാ ഭൂലെ എന്ന് പറയുന്ന മഹാനായ ദളിത് ഐക്കൺ അദ്ദേഹം ബലിരാജ്യം എന്ന ആശയം മുമ്പോട്ട് വെച്ചിരുന്നു. ബലിരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാബലിയെക്കുറിച്ചാണ്. ബലി ഭരിക്കുന്ന നല്ല രാജ്യം എന്ന അർത്ഥത്തിലാണ്. ബലി പിന്നോക്ക വിഭാഗങ്ങളുടെ ബഹുജനങ്ങളുടെ രാജാവായിരുന്നു എന്ന സങ്കല്പത്തിലാണ് മഹാത്മാ ഭൂലെ വെക്കുന്നത്. അപ്പം മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രമല്ല, ഒരു ഹിന്ദു പാകിസ്ഥാൻ അല്ല, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രവാദമല്ല. അത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം ഒരേപോലെ ജീവിക്കാനും സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. മഹാത്മാഗാന്ധിയെ കോംപ്ലിമെൻ്റ് ചെയ്യാനാണ് 1920 റേഞ്ചിൽ തന്നെ അല്ലെങ്കിൽ 30കളിലൊക്കെ ഉണ്ടായിരുന്ന വളരെ പോപ്പുലർ ആയിരുന്ന അലാമ മുഹമ്മദ് ഇക്ബാൽ, സാരേ ജഹാം സെ എഴുതിയ മുഹമ്മദ് ഇക്ബാൽ ശ്രീരാമൻ ഇമാമേ ഹിന്ദാണെന്ന് പറയുന്നത്. ഇമാം എന്ന വാക്കിനർത്ഥം സ്പിരിച്വൽ ലീഡർ ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ്. അപ്പം ഇമാമേ ഹിന്ദാണ് ശ്രീരാമൻ, ഇന്ത്യയുടെ സ്പിരിച്വൽ ലീഡറാണ്, നമ്മളെല്ലാം ശ്രീരാമനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയും. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിലും ഏറ്റവും വലിയ സാംസ്കാരിക ബിംബങ്ങളിലൊന്ന് ശ്രീരാമനാണ്. അതുകൊണ്ടാണ് അവിടെ ശ്രീരാമൻ എന്താ പറയണേ, ശ്രീരാമൻ അവരുടെ ഗരുഡ ഇന്തോനേഷ്യയുണ്ട്. അല്ലെങ്കിൽ ശ്രീരാമൻ്റെ പേരിലുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണാം. രാം മുഹമ്മദ് ഒരു കോമൺ നെയിമാണ്. ബാങ്ക് ഗണേശയുണ്ട്, ബാങ്ക് ഗരുഡ ഉണ്ട്, ഗരുഡ ഇന്തോനേഷ്യ ഒക്കെ ഉണ്ട് അവിടെ. അപ്പം മതം കൊണ്ട് മുസ്ലിങ്ങളും സംസ്കാരം കൊണ്ട് ഇന്ത്യക്കാരും എന്ന വലിയൊരു പൈതൃകമാണ് അവർ പിന്തുടരുന്നത്. അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ശ്രീരാമനെ നയിക്കണം. മഹാത്മാഗാന്ധിയുടെ ശ്രീരാമൻ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ശ്രീരാമനാണ്, വിഘടിപ്പിക്കുന്ന ശ്രീരാമനല്ല. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പോകുന്ന ശ്രീരാമനാണ്, ഐക്യത്തിൻ്റെ ശ്രീരാമനാണ്. ആ ശ്രീരാമനെ അള്ളാഹു എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ യാഹു എന്ന് വിളിച്ചാലും പരബ്രഹ്മം എന്ന് വിളിച്ചാലും ഇനി മറ്റൊരു പേര് വിളിച്ചാലും ഗാന്ധിജിക്ക് എതിർപ്പുണ്ടായിരുന്നു. അത് ഒരുമിപ്പിക്കാനുള്ളൊരു മന്ത്രമായിട്ടാണ് ഗാന്ധിജി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് രഘുപതി രാഘവ രാജാറാം എന്ന നൂറ്റാണ്ടുകളായിട്ട് പാടി വരുന്ന മനോഹരമായൊരു എന്താ പറയുക മന്ത്ര സ്വഭാവമുള്ളൊരു ഗാനമുണ്ട്. അതിൽ ഗാന്ധിജി എഴുതി ചേർത്ത വാക്കുകളാണ് ഈശ്വർ അല്ലാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. ഈശ്വരൻ എന്ന്